Hi, it's me Praveen. ഞാൻ റീബോൺ ജിമ്മിൻ്റെ ഓണറും കോച്ചുമാണ്. അപ്പം ഇന്ന് ഞങ്ങൾ സ്ഥിരമായിട്ട് കാണിക്കാറുള്ളത് ബോഡി ബിൽഡിങ്ങിനെ കുറിച്ചൊക്കെയാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. ബോഡി ബിൽഡിങ്ങും ഫിറ്റ്നസ്സും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഒത്തിരി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒത്തിരി ഓരോരുത്തരെ വെച്ച് ചെയ്യിപ്പിക്കുന്നതും കാണിച്ചായിരുന്നു. ഇന്ന് ഞാനൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളെ അവതരിപ്പിക്കാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടാവില്ല, ഒരു എല്ലാവരും ഇതുവരെയായിട്ടും ചെയ്യാത്തതായിരിക്കും. പക്ഷേ കൊച്ചുനാളുകളിൽ നമ്മൾ സ്കൂളിലൊക്കെ ചിലപ്പം അത് ട്രൈ ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ ആം റെസ്ലിംഗ് എന്ന് പറയും. ആം റെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ പഞ്ചഗുസ്തി. അപ്പം അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ചാമ്പ്യനെ ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. പുള്ളിയുടെ പേര് അജിത്ത് എന്നാണ്. ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്, ചൈൽഡ്ഹുഡ് പാർട്ട്നേഴ്സാണ്. ബോഡി ബിൽഡിങ്ങും ചെയ്തിട്ടുണ്ട്, ഫിറ്റ്നസ്സും സ്പോർട്സ് ഈവൻറ്റ്സുകളും ഒത്തിരി ഐറ്റംസും ഞങ്ങളിത് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരുപാട് ട്രാൻസ്ഫോർമേഷനും അച്ചീവ്മെൻറ്റ്സും ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പം UAE കോച്ചാണ്, അവിടെയും കോച്ചാണ്. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യിപ്പിക്കാറുമുണ്ട്, അഡ്വൈസറാണ്. എൻ്റെ പേര് അജിത്താണ്. ഞാൻ ബേസ്ഡ് ഓൺ UAE ദുബായിലെ ഇൻ്റർനാഷണൽ ട്രെയിനർ പ്ലസ് ഇൻ്റർനാഷണൽ ആം റെസ്ലറാണ്. പല പ്രാവശ്യം UAE ചാമ്പ്യൻ ആയിട്ടുള്ള ആളാണ്. പിന്നെ പ്രവീൺ എന്ന് പറയുന്ന റീബോൺ ജിം എന്ന് പറയുമ്പം രണ്ടാമത് റീബേർത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രവീണാണ് അതിൻ്റെ ഓണർ. ഞാൻ ദുബായിൽ നിന്ന് ഇവിടെ വന്ന സമയത്ത് ഞാൻ അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായിട്ട് ഞാൻ വന്നു. പ്രവീൺ ഉടൻ തന്നെ എന്നെ ഇവിടെ ഒരു പാർട്ട് ഓഫ് അവരെ ഫാമിലി ആക്കി. എനിക്ക് 1-2 ക്ലയൻസിനെ ഞാൻ ഇവിടെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നുണ്ട്, ഫിറ്റ്നസ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് ആം റെസ്ലിങ്ങിൻ്റെ ട്രെയിനിങ്ങും ഇവിടെ കൊടുക്കാറുണ്ട്. അപ്പം ഇന്നിപ്പം ഞാനിവിടെ ഇവിടുത്തെ ട്രെയിനറാണ് മിസ്റ്റർ വൈഷ്ണവിനെ വെച്ച് ഞാൻ കുറച്ച് ആം റെസ്ലിംഗ് ടെക്നിക്സ് ആൻഡ് ട്രെയിനിങ്സ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ആക്ച്വലി ആം റെസ്ലിംഗ് അധികം ആർക്കും അറിഞ്ഞുകൂടാത്തൊരു ഗെയിമാണ്, സ്പോർട്ടാണ്. പക്ഷേ ഇപ്പം യൂണിവേഴ്സിറ്റി ലെവലും സ്കൂൾസ് ലെവലിലെല്ലാം എക്സ്ട്രാ അഡീഷണൽ മാർക്ക് നാഷണൽസിന് കൊടുക്കുന്നുണ്ട്. ലോട്ട്സ് ഓഫ് ലേഡീസും ഗേൾസും ബോയ്സും യൂത്ത് സീനിയേഴ്സ് മാസ്റ്റേഴ്സ് എല്ലാ ലെവലിലും കോമ്പറ്റീഷൻ നിലവാരം നടക്കുന്ന ഒരു ഗെയിമാണിത്. ഇൻ്റർനാഷണൽ ഒളിമ്പിക്സിൽ പാരാ ഒളിമ്പിക്സിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സൂൺ ചിലപ്പോൾ നമ്മൾ ഒളിമ്പിക്സിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇന്നിപ്പം ഞാൻ ഇവിടെ കുറച്ച് ടെക്നിക്സും കാര്യങ്ങളും വൈഷ്ണവിനെ കൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് കണ്ട് അതിൻ്റെ ടെക്നിക്സും കാര്യങ്ങളും കുറച്ചെല്ലാം മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നിപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ വൈഷ്ണവിനെ കൊണ്ട് 2 മൂവ്മെൻറ്റ്സ് ആം റെസ്ലിങ്ങിൻ്റെ ഞാനിപ്പോൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അത് റിസ്റ്റ് കേളാണ്. റിസ്റ്റ് കേൾ തിക്ക് ഗ്രിപ്പറിൽ എങ്ങനെ നമുക്ക് പെർഫോം ചെയ്യാം, അത് പെർഫോം ചെയ്യുമ്പം ഏതൊക്കെ മസിലാണ് അതിൽ സ്ട്രെങ്തൻ ആവുന്നത് ആം റെസ്ലിങ്ങിന് വേണ്ടി. അതേപോലെ തന്നെ ഒരു പ്രൊണേഷൻ്റെ ഒരു ഗ്രിപ്പറുണ്ട്, ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതും ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അത് നമ്മൾ പ്രൊണേഷൻ എന്ന് പറയും. അതെന്താണെന്ന് ഞാൻ വർക്കൗട്ടിലൂടെ ഞാൻ റീച്ച് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. ഇപ്പം വൈഷ്ണവിനെ കൊണ്ട് ഈ കൈ ഇങ്ങനെ വയ്ക്കുക എന്ന് വെച്ചാൽ നമ്മൾ ടേബിളിൽ നിൽക്കുന്ന സമയത്ത് ഈ ഷോൾഡർ സ്ക്വയർ റഫറി പറയാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ പ്രാക്ടീസ് വരുമ്പം തന്നെ ആ ഒരു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനെ പുള്ളി ചെയ്യുക, എൽബോ പുള്ളി ചെയ്യുക, ഇവിടെ വയ്ക്കുക, ഉള്ളിലേക്ക് വയ്ക്കുക, ചെസ്റ്റിൻ്റെ ഉള്ളിലേക്ക്. ഓക്കെ, ഇത് സ്ട്രൈറ്റ്, റിസ്റ്റ് സ്ട്രൈറ്റ് ആയിരിക്കണം. എപ്പോഴും റിസ്റ്റ് സ്ട്രൈറ്റ് ആയിരിക്കണം. ഫിംഗർ ഇത് നമ്മൾ ഫോർ ആംസ് ആയിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. നമ്മളെ റിസ്റ്റിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാനാണ്. അപ്പോൾ ജസ്റ്റ് റിസ്റ്റ് കേൾ ചെയ്യുക, ഉള്ളിലേക്ക് കേൾ ചെയ്ത് റിലീസ് 2, ഉള്ളിലേക്ക് റിലീസ് 3. അപ്പം ഇത് ചെയ്യുന്നതിനൊപ്പം തന്നെ എവിടെയൊക്കെ ഏതൊക്കെ മസിൽ ഇതിൽ വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്യുന്ന സമയത്ത് തന്നെ. ഇത് ഫിംഗറും റിസ്റ്റും അതേപോലെ ഈ കോർഡിനേഷൻ കണക്ഷനും കറക്റ്റാക്കാൻ വേണ്ടിയുള്ള ഒരു എക്സസൈസാണ്. എസ്പെഷ്യലി റിസ്റ്റ് കേൾ എന്ന് പറയും. ഇത് തിക്ക് ഗ്രിപ്പറിട്ടാണ്, ഫാറ്റ് ഗ്രിപ്പറിട്ടാണ് ചെയ്യുന്നത്. എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പിലെ ആം റെസ്ലിങ്ങിൽ ഹാൻഡ്സ് വരാറുണ്ട്. ചിലർ തിക്കായിരിക്കാം, ചിലർ വലുതായിരിക്കും. അപ്പോൾ എല്ലാ ടൈപ്പിലെ ആൾക്കാരുടെയും നമുക്ക് ഗ്രിപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഫാറ്റ് ഗ്രിപ്പർ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫാറ്റ് ഗ്രിപ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ റിസ്റ്റ് കേൾ ചെയ്യിപ്പിക്കുന്നത്. ഒരു 15 × 3 സെറ്റ്, 3 സെറ്റ്സ് ഓഫ് 15 ഇതിൽ നമ്മൾ പെർഫോം ചെയ്യണം. സ്ട്രൈറ്റ് ലുക്ക് സ്ട്രൈറ്റ്. ഓക്കെ, പോട്ടെ.
അടുത്ത ഇവിടെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊണേഷൻ എന്ന് പറഞ്ഞ ഒരു ആംഗിളാണ്. അപ്പോൾ ഈ പ്രൊണേഷൻ നമുക്ക് ആം റെസ്ലിംഗിൽ പല ആംഗിളിൽ ആൾക്കാരെ പല ജനറ്റിക്സ് ഉള്ള ഒരു പല ആംഗിളിലാണ് അവർ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പ്രൊണേഷൻ ഫിംഗറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു എക്സസൈസാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അത് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രിപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഗ്രിപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. കൈ പോലെ തന്നെ ഇരിക്കും, നമ്മൾ തമ്പ് വെച്ച് അത് പെർഫോം ചെയ്യാൻ വേണ്ടി അതാണ് ഇവിടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എൽബോ ഫ്രണ്ടിലോട്ട് വെച്ച് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് നമ്മൾ ഇതിനെ പ്രൊണേഷൻ ചെയ്യുക, ലിഫ്റ്റ് ചെയ്യുക. കൈ ഇവിടെ തന്നെ വയ്ക്കുക, കൈ ലിഫ്റ്റ് ചെയ്തേ ഷോൾഡറിനൊപ്പം ഫുൾ ഫിംഗർ ഇട്ട് ടൈറ്റ് ചെയ്ത് ഗ്രിപ്പറിൽ വയ്ക്കണം. ഈ ഗ്രിപ്പറിൽ ടൈറ്റ് ചെയ്ത് വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിംഗർ സ്ട്രോങ് ആവാൻ വേണ്ടിയാണ്. ഈ തമ്പ് ഏരിയ കൊണ്ട് ലിഫ്റ്റ് ചെയ്യും. ഇതൊരു 15-ൻ്റെ 3 സെറ്റ്സ്. ആസ് വൈഷ്ണവ് ഇപ്പോൾ ബിഗിനറായപ്പോൾ വൈഷ്ണവ് ചെയ്തതിൽ ചെറിയ കാര്യങ്ങൾ ഞാൻ കുറച്ച് കറക്റ്റ് ചെയ്യാണ്. അപ്പോൾ വൈഷ്ണവ് ചെയ്ത സമയത്ത് ഇത് ഓപ്പൺ ആവണമുണ്ടായിരുന്നു. നമ്മൾ ആം റെസ്ലിംഗ് എപ്പോഴും ഫോർ ആംസും ബൈസെപ്സും എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം. അത് കുറച്ച് ഓപ്പൺ ആവണമുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ അതേപോലെ തന്നെ റിസ്റ്റ് നമ്മൾ വളരെ കൺട്രോൾഡ് മൂവ്മെൻ്റ് ആയിട്ട് ലിഫ്റ്റ് ചെയ്യുക. ആ ഒരു ലിഫ്റ്റിങ് അതൊരു പ്രാക്ടീസാണ്. ആ പ്രാക്ടീസ് ചെയ്ത് വരുമ്പം അത് കറക്റ്റ് ആവുന്നതായിരിക്കും. വളരെ സ്ലോയിലും ഓപ്പൺ ആവാതെ ബൈസും ഫോർ ആംസും ഓപ്പൺ ആവാതെ രീതിക്ക് നമ്മൾ ലിഫ്റ്റ് ചെയ്യേണ്ടതാണ്. സ്ലോ ആൻഡ് സ്റ്റഡി മൂവ്മെൻ്റ് ആയിരിക്കണം. നമ്മൾ ആ മൂവ്മെൻറ്റിൽ വേണം ഫോക്കസ് ചെയ്യാൻ. ഒരിക്കലും നമ്മളെ ബൈസെപ്സും ഫോർ ആംസും ഓപ്പൺ ആവാനുള്ള ഒരേട കൊടുക്കരുത് നമ്മൾ. ആക്ച്വലി ഇന്നിപ്പം വൈഷ്ണവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചപ്പം നമ്മൾ ഫോർ ആംസ് എന്നുവെച്ചാൽ ഫ്ലെക്സർ എക്സ്റ്റൻസർ 2 ഗ്രൂപ്പ് ഫോർ ആംസിൻ്റെ 2 സൈഡും ഇൻവോൾവ് ആയി. ആം റെസ്ലിംഗ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫിംഗർ, റിസ്റ്റ്, ഷോൾഡർ എൻഗേജ്മെൻറ്റ്. ആ എൻഗേജ്മെൻറ്റ് എന്താണെന്നാണ് ഞാനിപ്പോൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും. അപ്പം ആ ഒരു അതുകൊണ്ട് മാത്രമാണ് ആ ഒരു മസിൽ ഗ്രൂപ്പ് അവിടെ വൈഷ്ണവിന് വർക്ക് ചെയ്തത്. അപ്പം ഇവിടെ നമ്മൾ ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ വേറെ ആം റെസ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് ആയിട്ട് ഇവിടെ വരുന്നതായിരിക്കും. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് ആം റെസ്ലിംഗിൽ കോമ്പീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനോ അവർക്ക് റീബോൺ ജിമ്മിനെ ഒന്ന് കൺസൾട്ട് ചെയ്യാം. മിസ്റ്റർ പ്രവീണിനെ ഒന്ന് സംസാരിക്കാം. അതിവിടെ അതിൻ്റെ പ്രാക്ടീസ് കൊടുക്കുന്നതായിരിക്കും.